സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു ബ്രാഞ്ചിലൂടെ പഠിച്ചു അല്ലെ? അതില് സോളിഡ് സ്ഫിയർ, ഹോളോ സ്ഫിയർ എന്ന് പറയുന്ന ഭാഗം നമ്മളുടെ സിലബസിൽ നിന്ന് നമ്മളുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ചിലപ്പം അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഡെറിവേഷൻ ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, ഫോർമുലാസിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ക്ലിയർ? Solid sphere, hollow sphere situation. Yes. Okay. Now the next branch is, what's the next branch? Magnetic field. Magnetic field അല്ലെങ്കിൽ magnetic field intensity യുടെ കാര്യങ്ങൾ. So in order to speak about magnetic field intensity, you can see magnetic field intensity is denoted by the letter B. It is the strength of magnetic force experienced by a unit pole. We can say it like that. SI unit is Tesla. Dimensional formula is mt raised to minus 2 a raised to minus 1. What's the SI unit of magnetic field intensity? Tesla. What's the dimensional formula? mt raised to minus 2 e raised to minus mt raised to minus 2 a raised to minus 1. ഇനി നമ്മള് അവിടെ നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ദ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ സർക്കുലാർ ലൂപ്പ്. സർക്കുലാർ ലൂപ്പിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താ? വാട്ട്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കുലാർ ലൂപ്പ്? mu0 I by 2 pi r ആണോ mu0 I by 2r ആണോ? mu0 I by 2r. mu0 I by 2r, where r is the radius of the loop and I is the current passing through the loop. അല്ലേ? എവിടെ ഉള്ള? സെന്ററിലുള്ള. ഓർക്കുന്നില്ലേ? Then the magnetic field intensity at the axis of a circular loop. കാണുന്നുണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആക്സിസ് ഓഫ് എ സർക്കുലാർ ലൂപ്പ്. അതായത് സർക്കുലാർ ലൂപ്പ് ഇങ്ങനെ എടുത്തിട്ട് ആ സർക്കുലാർ ലൂപ്പില് ഇവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലേ? ആണോ? അത് mu0 I a square divided by 2 into a square plus x square all raised to 3 by 2. കാണുന്നുണ്ടോ? What was our a? A എന്ന് പറയുന്നത് എന്താ? റേഡിയസ് ഓഫ് ദ സർക്കുലാർ ലൂപ്പ് അല്ലേ? ആണോ? yes x എന്ന് പറയുന്നത് ആക്സിയൽ ഡിസ്റ്റൻസ്. ഡു യു റിമെമ്പർ ദാറ്റ്? yes അപ്പൊ നമുക്ക് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ ആക്സിസ് ഓഫ് എ സർക്കുലാർ ലൂപ്പിനും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആക്സിസ് ഓഫ് എ സർക്കുലാർ ലൂപ്പിനും കുറച്ച് സിമിലാരിറ്റീസ് കാണാം അല്ലെ? എന്ത്? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെ? എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓർ 3/2 ആണ്. ഇവിടെയും അത് തന്നെയാണ് അല്ലെ? ആണോ? ആർ എന്ന് പറയുന്ന എ എന്ന് പറയുന്നൊക്കെ റേഡിയസ് തന്നെ അല്ലേ? അല്ലെ? കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ സിമിലാരിറ്റീസ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെമ്മറിയിൽ കുറെ നേരം നിൽക്കാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത കാര്യം പറയാം. The next one is magnetic field intensity due to a straight conductor. ഒരു straight conductorന്റെ magnetic field intensity. The magnetic field intensity due to a straight conductorന്റെ correct formula നമ്മൾ Biot-Savart's law ഉപയോഗിച്ചിട്ടാണ് ഡിറൈവ് ചെയ്യുന്നത്. And did I derive you this formula? Formula important ആണ്, derivation important അല്ല. ഈ ഫോർമുല ഡിറൈവ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നോക്ക് ഇവിടെ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഇതാണ്. വി ആർ ഹാവിങ് എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ത്രൂ വിച്ച് an I current is passing. ആ സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ആക്സിസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് a ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ രണ്ട് എൻഡിലേക്ക് രണ്ട് ലൈന് വരച്ചിട്ട് ഈ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിളുകൾ φ1 ഉം φ2 ആണെന്ന് കരുതുക. Okay, this is a finite long conductor and it is having two angles made as shown in figure φ1 and φ2 from the distance a. കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്
mu 0 I divided by 4 pi a into sine phi 2 plus sine phi 1. The formula for finding out magnetic field intensity due to a straight conductor is mu 0 I by 4 pi a into sine phi 2 plus sine phi 1. കാണുന്നുണ്ടോ? Yes. Where I is the current passing through the conductor. A എന്ന് പറയുന്നത് കണ്ടക്ടർ എന്ന് പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. കണ്ടക്ടർ എന്ന് പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. Can you see this? Yes. Phi 2 and phi 1 is the angle made to the extreme lines of the conductor. അല്ലേ? കണ്ടക്ടറിന് രണ്ട് എക്സ്ട്രീം ലൈനിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ. കണ്ടോ? Yes. Yes. അതില് നമുക്ക് രണ്ട് സ്പെഷ്യൽ കേസുകൾ കൂടി നമ്മൾ അതിൽ പഠിക്കണം. എന്ത് പറഞ്ഞാല് ദ ഇൻഫിനിറ്റ് ലോങ് കണ്ടക്ടർ ആണെങ്കിൽ, ഇഫ് ദ കണ്ടക്ടർ ഇസ് ഇൻഫിനിറ്റ് ലോങ്, എ എന്ന് പറയുന്നത് വളരെ ചെറുതും കണ്ടക്ടറിന്റെ ലെങ്ത് വളരെ വലുതുമാണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു ഇൻഫിനിറ്റ് ലോങ് കണ്ടക്ടർ ആയിട്ട് എടുക്കാം. ഇൻഫിനിറ്റ് ലോങ് കണ്ടക്ടർ ആണെങ്കിൽ ദ ഫോർമുല ദാറ്റ് വി ഹാവ് ടു യൂസ് ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു കണ്ടക്ടേഴ്സ് mu 0 I by എന്ത് കാണുന്നുണ്ടോ? 2 pi a. Are you seeing this? Yes. ഇതിനെ ചിലപ്പോൾ നമ്മൾ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? Yes. mu 0 I by 2 pi r എന്നേക്കും പഠിച്ചിട്ടുണ്ടാവുക. എന്തായാലും സ്റ്റിൽ mu 0 I by 2 pi a or mu 0 I by 2 pi r അറിയില്ലേ? Yes. അത് എപ്പോ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്? ഒരു സഫീഷ്യന്റ്ലി ലോങ് കണ്ടക്ടറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമുലയാണ്. ഒന്ന് ഓർത്ത് വെച്ചോണ്ട് കേട്ടോ. ഓക്കെ. Yes. ഇനി പ്രാക്ടിക്കൽ ആയിട്ട് ഒരു ഇൻഫിനിറ്റ് ലോങ് ആയിട്ടുള്ള അല്ലെ ഭയങ്കര ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ഉണ്ട്. ആ ലെങ്ത് ഉള്ള കണ്ടക്ടറിന്റെ ഒരു എൻഡിലാണ് നമ്മൾ പോയിന്റ് കൺസിഡർ ചെയ്യുന്നത് വെച്ചോ. If we are having a sufficiently long conductor or practically an infinite long conductor and the point is near one end, അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല mu 0 I by 2 pi a ആണോ mu 0 I by 4 pi a ആണോ? The point is at one end, the conductor is infinite long. mu 0 I by 4 pi a. mu 0 I by 4 pi a. കാണുന്നില്ലേ? Is it clear to you? Yes. Yes, sir. ഇനി ഞാൻ ഇവിടെ സ്ട്രെയിറ്റ് കണ്ടക്ടർ എന്നൊരു ബ്രാഞ്ച് പിന്നെയും പോകുന്നത് കാണുന്നില്ലേ? Are you seeing a branch which is giving us force? കാണുന്നുണ്ടോ? Yes. Force acting on a current carrying conductor which is placed in an external magnetic field. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് വെക്കുകയാണെങ്കിൽ അതിന്റെ മേലുള്ള ഫോഴ്സിനെ F is equal to എന്താ ഫോർമുല? I into L cross B or ILB sin theta. Or yes. And have you learned that force between parallel conductors will attract each other? പഠിച്ചിട്ടില്ലേ? Yes. Yes. The force between parallel conductors will be mu 0 I1 I2 L divided by 2 pi d. Force between parallel conductors എന്താണ്? mu 0 I1 I2 L divided by 2 pi d അല്ലേ? ആണോ? Yes. The force per unit length. Force ഇതാണെങ്കിൽ force per unit length നമ്മൾ small f എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാം. സ്മോൾ എഫ് എന്നുള്ള ലെറ്റർ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, ക്യാപിറ്റൽ എഫ് ഡിവൈഡ് ബൈ എൽ അല്ലേ? അപ്പം ആ എൽ ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ളതായിരിക്കും ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഡു യു റിമെമ്പർ ദാറ്റ്? ഓർക്കുന്നുണ്ടോ? Yes, sir. Yes, sir. Yes. ഇനി ദ നെക്സ്റ്റ് ബ്രാഞ്ച്, നമ്മൾ അടുത്ത ബ്രാഞ്ച് സംസാരിക്കുകയാണെങ്കിൽ ക്യാൻ യു സീ ദിസ് ബ്രാഞ്ച്? ഇതാരാ? ടൊറോയിഡ് ആണോ സോളിനോയിഡ് ആണോ? Solenoid. സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? mu 0 ni divided by L or mu 0 small ni. Do you remember this? Yes, sir. Yes. Magnetic field intensity due to a solenoid, where capital N എന്ന് പറയുന്നത് total number of turns, L എന്ന് പറയുന്നത് length of the solenoid, small n ആരാ? total number of turns ആണോ? N by L. Number of turns per unit length. Number of turns per unit length ആര്? small n അല്ലേ? അറിയാം. At the end of solenoid ആണെങ്കിൽ ആ magnetic field intensity പകുതിയാവും അല്ലേ? ഓർക്കുന്നില്ലേ? The magnetic field intensity at the end of solenoid will be half of the total magnetic field intensity. ഇതപ്പോ mu 0 ni divided by 2 ആവും. എവിടെ? സെൻട്രലാണോ എൻഡിലാണോ? End.
End. the end of solenoid. And now let us speak about another branch. You are seeing toroid, alle kanunille toroid? Yes, sir. What is a toroid? Toroid is a solenoid bent in the form of a circle. Toroid endana? Solenoid ne oru circle രൂപത്തിൽ bend ചെയ്തത് അല്ലേ? ഓർക്കുന്നുണ്ടോ? Yes, sir. Yes. അങ്ങനെയാണെങ്കിൽ the formula for finding out toroid's magnetic field is mu0 small n I n. പക്ഷെ അവിടെയുള്ള സ്മോൾ n എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ N divided by 2 pi r ആയിരിക്കും അല്ലെ? സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് തന്നെ. But in the case of toroid, small n is capital N divided by 2 pi r. Do you remember that? Yes, sir. Yes, sir. Yes. ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇടയിലൂടെ എങ്ങനെ ഒരു ബ്രാഞ്ച് പോകുന്നതായിട്ട് കാണുന്നില്ലേ? ഉണ്ടോ? Yes, sir. അപ്പം അവിടെ നമ്മൾ some terms associated with magnetism. Some terms associated with magnetism. അതില് magnetizing field intensity H പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? Yes, H is sir. equal to B by mu പഠിച്ചിട്ടില്ലേ? B magnetic field intensity, mu absolute permeability പഠിച്ചിട്ടില്ലേ? Yes or no? Yes, sir. Yes, sir. ഇനി absolute permeability mu എന്ന് പറയുന്നത് mu0 mu r ആണ്. Where mu0 is permeability of free space, mu r is relative permeability പഠിച്ചിട്ടില്ലേ? Yes, sir. Yes, sir. ഇനി intensity of magnetization capital M. Intensity of magnetization എന്ന് പറയുന്നത് magnetic dipole moment per unit volume. Have you learned this? Intensity of magnetization, magnetic dipole moment per unit volume പഠിച്ചിട്ടുണ്ടോ? Yes, sir. Yes, sir. അപ്പൊ ആ കാര്യവും നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട് ഇല്ലേ? Yes, Yes, sir. Yes. അടുത്തത് magnetic susceptibility. Magnetic susceptibility നെ chi suffix b, അത് ratio of intensity of magnetization and magnetizing field intensity പഠിച്ചിട്ടില്ലേ? Yes. Yes or no? yes, sir. അതിൽ നിന്ന് mu r ഉം chi b യും തമ്മിലുള്ള ബന്ധം mu r is equal to 1 plus chi b. If you haven't learned, you just have to write it down. Mu r is equal to എന്താണ്? 1 plus chi b പഠിച്ചിട്ടില്ലേ? Yes, sir. Yes, sir. Yes. പിന്നെ Earth's magnetic field. Earthന്റെ magnetic behavior വെച്ച് നോക്കുകയാണെങ്കിൽ there is angle of dip. ഓർക്കുന്നുണ്ടോ? Angle of dip. It is the angle between Yes. magnetic field intensity and the horizontal component of magnetic field intensity. പഠിച്ചിട്ടില്ലേ? Angle between magnetic field intensity and horizontal component of magnetic field intensity. Have you learned it? Yes, sir. Yes. ഇനി ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത് Yes. നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അത് വെച്ചിട്ടുള്ള ഫോർമുലാസ് BV by BH is equal to tan phi. അതിൽ phi ആരാ? Phi ആണ് ആര്? ആംഗിൾ ഓഫ് ഡിപ്പ് അല്ലേ? Dip. BV എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് magnetic field intensity, BH എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് magnetic field intensity. അതില് B is equal to root of BV square plus BH square. Have you learned this? Yes or no? Yes, sir. Yes. അതേപോലെ horizontal component of magnetic field intensity, vertical component of magnetic field intensity ഒക്കെ BV is equal to B cos phi, BH is equal to അല്ല BV is equal to B sin phi, BH is equal to B cos phi. Have you learned this also? Yes. Yes, sir. Yes. അപ്പോൾ Yes, ഇങ്ങനെ sir. മാഗ്നറ്റിസം എന്നുള്ള ആ ഒരു ബ്രാഞ്ചിനെയും നമ്മൾ ട്രാക്ക് ചെയ്തു ഇല്ലേ? Yes or no, students? Yes. Yes. ഇനി Yes. if we want to move on to our next branch, നമ്മളുടെ അടുത്ത ബ്രാഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ laws and theorems. നമ്മൾ ഇവിടെ കുറെ ഈ ചാപ്റ്ററുകളിൽ മുഴുവൻ ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്ന മൊത്തം ബ്രാഞ്ചിലുള്ള ചാപ്റ്റേഴ്സിൽ കുറെ ലോസും കുറെ തിയറംസും ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? ഉണ്ടോ?
Let's go through that. Yes, sir. Laws and theorems. Coulomb's law. നമ്മൾ പറഞ്ഞു F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square. Electrostatics magnetics mu 0 by 4 pi Q1 Q2 by R square, as we have discussed in previous case. അത് ഞാൻ ഇവിടെ എഴുതിയുള്ളൂ. Coulomb's law ഉണ്ട് അല്ലേ? പിന്നെ Gauss law ഉണ്ട്. Gauss law phi is equal to integral of E dot ds, that is equal to Q enclosed by epsilon 0. ഇതെന്താ? Gauss law in electrostatics ആണോ? Gauss law in magnetics ആണോ? Gauss law in electrostatics. Gauss law. What's Gauss law in magnetism? Phi is equal to integral of B dot ds, that is equal to 0. Gauss law in magnetism. ഓർക്കുന്നില്ലേ? Yes, sir. Yes. And next we have learned Ohm's law. Ohm's law നെ പഠിച്ചിട്ടുണ്ട്. Ohm's law എന്ന് പറയുന്നത് voltage directly proportional to current in a specified material at a constant temperature, അല്ലെങ്കിൽ V is equal to IR എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? പിന്നെ Ohm's law in vector ഫോമിനെ J equal to sigma E. ഓർക്കുന്നുണ്ടോ? Ohm's law in vector form J is equal to sigma E. What's J? J ആരാ? Yes, sir. What is J? Current density. Current density. Yes. ഇവിടെയുള്ള സിഗ്മ ആരാ? ഇത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ സിഗ്മയാണ് അല്ലെ? കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ സിഗ്മയാണ് ആരാ? Conductivity. Yes, conductivity. J current density, sigma conductivity, E electric field intensity. ഓർക്കുന്നില്ലേ? Yes. Yes, sir. Yes. And we have learned Yes. Kirchhoff's rules. Kirchhoff's rules current rule, which is based on law of conservation of charge, which is sum of current entering into the junction will be equal to sum of current leaving from the junction. ഓർക്കുന്നില്ലേ? അല്ലേ? Law of conservation of charge നെ ബേസ് ചെയ്തിട്ടുള്ള current rule. Yes, sir. Yes. വോൾട്ടേർ റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂള് അതെന്താ? The sum of EMF inside a closed loop is equal to the sum of the product of current and resistance in a proper sign convention. അല്ലേ? അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിനെ ബേസ് ചെയ്തിട്ടാണ്. വോൾട്ടേർ റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിനെ ബേസ് ചെയ്തിട്ട്, അതേപോലെ കറണ്ട് റൂൾ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂള് എന്തിനെ ബേസ് ചെയ്തിട്ട്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജിനെ ബേസ് ചെയ്തിട്ട് അല്ലേ? ഓർക്കുന്നുണ്ടോ? Yes, sir. Yes, sir. ആ വോൾട്ടേർ റൂളും കറണ്ട് റൂളും ഒക്കെ നമ്മൾ വീസ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? വീസ്റ്റോൺസ് ബ്രിഡ്ജിൽ there is Weiston's principle. If the resistance of the Weiston's bridge are in the ratio P by Q equal to R by S, then the current passing through the galvanometer will be zero. പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? Yes, sir. Yes. Any. The next branch you can see is Joule's law. കാണുന്നുണ്ടോ? Joule's law എന്ന് പറയുന്ന branch. Are you able to see the Joule's law? Yes. Joule's law heat developed in a current carrying conductor ആണെങ്കിൽ H is equal to I square RT, H is equal to VIT, H is equal to V square by R into T. ഓർക്കുന്നില്ലേ? Yes. Yes. ആ ഹീറ്റിൽ നിന്ന് നമുക്ക് പവർ പറയുകയാണെങ്കിൽ പവർ is equal to ആണ് I square R V square by R VI. പഠിച്ചിട്ടില്ലേ? Yes or no? Yes, sir. Yes. Could you see Biot-Savart's law? Yes, sir. The magnetic field intensity due to a small segment of the conductor dB is equal to ആണ് mu 0 by 4 pi IDL sin theta divided by R square അല്ലെങ്കിൽ I into DL cross R divided by R cube. ഓർക്കുന്നില്ലേ? ഉണ്ടോ? Yes, sir. B equal to ആണോ DB equal to ആണോ? DB equal to. എന്നിട്ട് ഇനി അടുത്തതായിട്ട് could you just see a branch which is passing like this? ഇങ്ങനെ ഒരു ബ്രാഞ്ചിനെ ഞാട്ട് കണ്ടോ? Yes, sir. Yes, sir. Ampere's circuital theorem. Ampere's circuital theorem, the line integral of B dot dl is equal to mu 0 I enclosed. അല്ലേ? Ampere's circuital theorem എന്താണ്? Line integral of B dot dl എന്ന് പറയുന്നത് ആരാണ്? Mu 0 I in enclosed. Have you learned this? Yes. Yes. നമ്മളുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു കറണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത്
ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ കൊണ്ട് കപ്പാസിറ്ററിന്റെ പ്ലേറ്റിന്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കറണ്ട്. കപ്പാസിറ്ററിന്റെ പ്ലേറ്റിന്റെ ഇടയിൽ കറണ്ട് ഉണ്ടാവോ? കറണ്ട് ഉണ്ടാവും. പക്ഷെ അതിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ലല്ലോ? ഇല്ല. പക്ഷേ ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്തതിനോണ്ട് നോർമൽ ആയിട്ടുള്ള ഒരു കറണ്ട് അല്ല, ഒരു പ്രത്യേക തരത്തിലുള്ള കറണ്ട് ഉണ്ടാവും, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ചേഞ്ചിനോണ്ടാണ്. ആൻഡ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ഔട്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് is epsilon 0 d phi by dt. What is the formula for finding out displacement current? Epsilon Epsilon 0 d phi by dt, where phi is electric flux. Phi ആരാണ്? Electric Electric flux. ഇനി ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്ന ഒരു കറണ്ട് മാക്സ്വെൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുവഴി he modified the Ampere circuital theorem. So what is modified Ampere circuital theorem എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം I enclosedന് പകരം ഇവിടെ IC plus ID. Can you see this? Instead of I enclosed, here we are having IC plus ID. കാണുന്നുണ്ടോ? Yes, sir. IC എന്ന് പറയുന്നത് കണ്ടക്ഷൻ കറണ്ടും ID എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും. IC എന്ന് പറയുന്ന ആരാണ്? conduction current. ID എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഈ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയുന്നത് നമ്മളെ നോർമൽ ആയിട്ടുള്ള കറണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ് നമ്മൾ ഇപ്പോൾ പഠിച്ച കറണ്ട്. ക്ലിയർ? ഇതൊന്ന് ഓർത്ത് വെച്ചോണ്ടി. ദിസ് ഇസ് അവർ മോഡിഫൈഡ് ആംപിയർ സർക്യൂട്ടൽ തിയറം. മോഡിഫൈഡ് ആംപിയർ സർക്യൂട്ടൽ തിയറം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ mu 0 I enclosed എന്ന് പറയണോ? അല്ല, എന്ത് പറയും? ഇന്റഗ്രൽ ഓഫ് B dot dl equal to mu 0 into IC plus ID. mu 0 into IC plus ID, where IC is conduction current and ID is displacement current. Displacement current can be obtained by the formula epsilon 0 d phi by dt. Clear? Yes, sir. Yes. ഇനി അടുത്തതായിട്ട് the next situation പറയുന്നതിന് മുന്നേ you can have a break. After half an hour we will continue our class. നമ്മളുടെ അല്ല, അതിന് മുന്നേ ഇതിന്റെ കുറച്ച് ഭാഗം കൂടി ഫാരഡേസ് ലോ പറഞ്ഞില്ലല്ലോ. ഡിഡ് ഐ സ്പീക്ക് അബൌട്ട് ഫാരഡേസ് ലോ? No, sir. ഫാരഡേസ് ലോ ആണെങ്കിൽ എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF is equal to rate of change of magnetic flux അല്ലെങ്കിൽ E is equal to minus d phi by dt. ഓർക്കുന്നില്ലേ? Yes, sir. Yes. ആ ഇൻഡ്യൂസ്ഡ് EMF ഒരു റെക്ടാങ്കുലർ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്ത് വഴി ഉണ്ടാക്കുന്ന ഇൻഡ്യൂസ്ഡ് EMF ആണ് NBA ഒമേഗ സൈൻ ഒമേഗ ടി. ജനറേറ്ററിൽ ഉണ്ടാവുന്ന EMF അല്ലേ? ഒരു റെക്ടാങ്കുലർ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ യു റിമെമ്പർ Yes, ദിസ്? sir. Yes, sir. യെസ്. ഒരു കണ്ടക്ടർ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന EMF നെ മോഷണൽ EMF which is BLV. Have you learned that also? Yes or no? Yes, sir. Yes, sir. പിന്നെ you could see one more branch over here, Lenz law. Lenz law എന്ന് പറയുന്നത് എന്താണ്? Induced EMF is so as to oppose the change in magnetic flux. അല്ലെ? Induced EMF is so as to oppose the change in magnetic flux. Clear? നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ പറഞ്ഞാല് ഇവിടെ നമ്മൾ ഈ മൊത്തം ചാപ്റ്റേഴ്സിനെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള രീതിയിൽ കണക്ട് ചെയ്തിട്ട് അതിലുള്ള ഫോർമുലാസിനെ പഠിക്കുകയാണ്. ആണോ? Yes, sir. Yes. Yes, നിങ്ങൾ sir. ഈ ഒരു കാര്യം ചെയ്തോ? ഇത് സയന്റിഫിക്കലി പ്രൂവണുമാണ്. അതേമാതിരി തന്നെ കുറെ ആളുകൾ ഇതേ രീതിയിലാണ് കാര്യങ്ങളെ മെമ്മറൈസ് ചെയ്ത് വെക്കുന്നത്. ദിസ് ഇസ് ദ ഷോർട്ടസ്റ്റ് വേ ദാറ്റ് വി ക്യാൻ മെമ്മറൈസ് ഓൾ ദ ഫോർമുലാസ് ഈസിലി. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലത്തെ ഒരു വിഷ്വൽ ഇമേജിന്റെ രൂപത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ? Yes, sir. യെസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ മെമ്മറൈസ് ചെയ്യണമെങ്കിൽ ഇതിൽ കുറച്ച് ആളുകൾ നേരിട്ട് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദോസ് who are not in this live class also, നിങ്ങൾക്ക് ഇവിടെ ഇത് എഫക്റ്റീവ് ആവണമെങ്കിൽ രണ്ടാൾക്കാർക്കും ചെയ്യാം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യാന്നാല് ആ യൂട്യൂബിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? 1.5x 2x എന്നൊക്കെ പറയുന്ന സ്പീഡൊക്കെ മാറ്റാൻ പറ്റില്ലേ?
ഇല്ലേ? Yes, sir. Yes, sir. Yes. അങ്ങനെ അത് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ 1.5x 2x ഒക്കെ ആക്കിയിട്ട് നിങ്ങൾ അതിനെ ഒന്നുകൂടി റീവാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പിക്ചർ എന്ത് ചെയ്യും നമ്മളെ മൈൻഡിൽ ഇങ്ങനെ കയറി വരും അല്ലേ? Yes or no? Yes, sir. Yes. Yes, sir. This is the shortest way in which we can remember all the formulas. Try this method, it is effective. Okay. So നമ്മൾ ഇപ്പം ഒരു ബ്രേക്ക് എടുത്തിട്ട് half an hour ശേഷം we will continue. Okay. Once I am messaging, you just have to rejoin. Half an hour ശേഷം നമുക്ക് ഈ വീഡിയോ നമ്മളുടെ ഈ ഒരു ബ്രാഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണ്ടേ? Yes, sir. Yes, sir. Okay. So now you can take a break.